അത് ഇവിടെ എത്തിയിട്ട് നമുക്കിങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഊരിപ്പോകാനും പാടില്ല. അത് കൊള്ളാം, ഇതാ നല്ലേ അല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കരുനാഗപ്പള്ളി വരെ പോവാണേ. സത്യത്തിൽ ഇത് ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ അല്ല, എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിരുന്നില്ലേ. അന്ന് ഞാൻ എൻഗേജ്മെൻറ്റിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കരുനാഗപ്പള്ളി വരെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ അച്ഛനൊരു മോതിരം വാങ്ങാൻ വേണ്ടി പോവാണേ. അച്ഛനും അനിയനും അനിയത്തിയും ഞാനും പിള്ളേരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ മലബാർ ഗോൾഡിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാതയുടെ പണി നടക്കുമല്ലേ, അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ചില കടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്നേ വണ്ടി സ്ലോ ആക്കി നോക്കി നോക്കി വന്ന് ഒരുവിധം കടയിലെത്തി. ചെന്നപ്പോൾ തന്നെ സ്റ്റാഫ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെടുക്കാനാന്ന്. മോതിരം എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ഞങ്ങളെ മോതിരത്തിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുപോയി. അവിടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ടായിരുന്നു, ജെൻസിനും ലേഡീസിനും ഒക്കെ പറ്റിയത്. ഇത് 4 ഗ്രാം 15 മില്ലി ഇട്ട് നോക്കിക്കോച്ചാ. വലുതാന്ന് തോന്നല്ലേ? വലുതാണോ? ഇത് കൊള്ളാല്ലയോ? മൂന്നും വേറെ ഇല്ലയോ? അത് നല്ലയാ. ഉണ്ട്, അത് ഇഷ്ടപ്പെട്ടടെ. വേറെ ഉണ്ടോ നോക്കുക. വേറെ അതിലും ഭംഗിയായിട്ടുള്ള. അങ്ങനെ ഒരുപാട് മോതിരങ്ങൾ ഞങ്ങൾ നോക്കി, കണ്ടില്ലേ, കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ ഇഷ്ടപ്പെട്ടതാണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. ഇതുവരെ കണ്ടതുപോലല്ല, ഈ മോതിരത്തിനകത്ത് ഓമം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഈ മോതിരം തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ വിരലിലിട്ട് അച്ഛൻ തന്നെ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുക. കണ്ണാടി എടുക്കാതെ അച്ഛന് നല്ലപോലെ കാണാൻ പറ്റത്തില്ല. കണ്ണാടി എടുത്തിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. മോതിരത്തിൻ്റെ ബില്ലൊക്കെ സെറ്റാവാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അന്നേരം അനിയന് വാച്ച് നോക്കണമെന്ന് പറഞ്ഞു. അന്നേരം വാച്ചിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് തിരക്കിയപ്പോൾ മുകളിലത്തെ ഫ്ലോറിലാന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോവാണേ. ലിഫ്റ്റ് വഴിയാണേ മുകളിലോട്ട് പോകുന്നത്. ഇനി ഇപ്പോൾ ഈ കാണുന്ന സ്റ്റാഫിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള നമ്മുടെ വീട്ടിലൊരാളെ പോലെ ആയിരുന്നു പെരുമാറ്റം. പക്ഷേ പേര് ചോദിക്കാൻ മാത്രം അങ്ങ് വിട്ടുപോയി. അനിയന് വാച്ച് നോക്കാനാണ് പോയതെങ്കിലും മുകളിലോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ജിംകാസിൻ്റെ കുറേ കളക്ഷൻ ഇരിക്കുന്നു. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ 2.5 പവനൊക്കെയാണേ. വാങ്ങിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ കുറേ അതൊക്കെ വെച്ചൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ. ഇതൊക്കെ 1.5 പവനായിരുന്നേ. ഇത് 2.5 പവനായിരുന്നു. പിന്നെ നെക്ലസുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, വെഡ്ഡിങ് സെറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ആ നിന്ന സൈഡിൽ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പിന്നെ വാച്ചിൻ്റെ സെക്ഷനാണേ. അനിയൻ നാണ്ട വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ വാച്ചിനെക്കുറിച്ച് അധികമൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ കാണുന്ന വാച്ചിന് അങ്ങോട്ട് വില ചോദിച്ചപ്പോൾ 13,000 രൂപയെങ്ങാണ്ടായിരുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഇത് എടുത്തിട്ടില്ല, നോക്കിയെന്നേ ഉള്ളൂ. ഒരുപാട് വാച്ചിൻ്റെ അല്ലാതെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വാച്ചൊക്കെ നോക്കി താഴെ വന്നപ്പോഴത്തേനും ബില്ല് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് അച്ഛനും അനിയത്തിയും കൂടെ പോയി ബില്ലൊക്കെ അടച്ച് മോതിരം കിട്ടി. അങ്ങനെ അച്ഛൻ അതൊരു തരത്തിൽ മോതിരം ഇടത്തില്ല. ഞങ്ങൾ പിന്നെ നിർബന്ധിച്ചിട്ടാണ് ആ മോതിരം കയ്യിലോട്ടിട്ടത്. അച്ഛൻ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇത് അച്ഛൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചതാണ് ഈ മോതിരം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.